ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില പൊടിക്കൈകളുമായി വന്ന് ഈ യൂട്യൂബ് ചാനൽ വൈറലാക്കലല്ല എൻ്റെ ലക്ഷ്യം. ഇത് തികച്ചും രാഷ്ട്രീയപരമായ ഒരു ഇടപെടലാണ്. അദൃശ്യവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. വർക്ക് പ്ലേസിലെ സെക്ച്വൽ ഹരാസ്മെന്റ് തടയുന്നതിന് വേണ്ടി നിരവധി നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്നും ഇൻഡിവിജ്വാലിറ്റിയുള്ള, സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്ന, സിംഗിൾ പാരന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കെതിരെ വളരെയധികം ഹരാസ്മെന്റാണ് ഇന്നും വർക്ക് പ്ലേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തൻ്റെ ജോലി സ്ഥലത്തുള്ള ഹരാസ്മെന്റിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരിയായ ശ്രീലത എന്ന സ്ത്രീയെ താൽക്കാലികമായി അധികാരികൾ ജോലിയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. അതിനെതിരെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ വ്യത്യസ്തമായ ഒരു സമരമാർഗം സ്വീകരിച്ചു. അതായത് കഴിഞ്ഞ 20 ദിവസമായി അവർ കുളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയാണ് ഇന്ന് സമൂഹത്തിന് മുന്നിലേക്ക് അവർ ഇട്ടുകൊണ്ടിരുന്നത്. അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇന്നലെ ഗീത ടീച്ചറോടൊപ്പം എനിക്കും ഒരു സമവായ ചർച്ചയിൽ പങ്കെടുക്കാനും ആ സമരം മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുമുള്ള ശ്രമത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എനിക്ക് പറയാൻ കഴിയും, ശ്രീലതയുടെ സമരം, ഇൻഡിവിജ്വലായി ശ്രീലത തുടങ്ങിയ ആ സമരം കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. വിങ്സ് കേരളയെ പോലെയുള്ള ഒരു സ്ത്രീപക്ഷ സംഘടന ശ്രീലതയുടെ കൂടെ ഉണ്ട് എന്നുള്ള ഐക്യദാർഢ്യം സ്വീകരിച്ചുകൊണ്ട് ശ്രീലത തൻ്റെ സമരത്തെ മറ്റൊരു തലത്തിലേക്ക് ഇന്ന് തുറന്നു വിടുകയാണ്. നമുക്ക് ഈ വീഡിയോയിൽ ശ്രീലതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കേരളത്തിലെ 2 സ്ത്രീ സമരങ്ങൾ, സ്ത്രീകളുടെ തൊഴിൽ സമരങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട്, തെക്കും വടക്കും. ഒന്ന് ആശാ പ്രവർത്തകരുടെ സമരമാണ്. അവരുടെ തൊഴിലിനും അവരുടെ വേതനത്തിനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. അതൊരു കൂട്ടായ സംഘടിതമായിട്ടുള്ള സമരമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വടക്കുഭാഗത്ത് ഒറ്റയാൾ പോരാട്ടം നടക്കുന്നുണ്ട്. അത് ശ്രീലത എന്ന എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരിയുടെ സമരമാണ്. അവരെ അനധികൃതമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുകയും ചെയ്തു. എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർക്ക് അത് എന്തുകൊണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടാവും. എങ്കിലും അതിൻ്റെ വളരെ ചുരുക്കിയിട്ട് ആ കാര്യങ്ങൾ പറയാം. അവർക്കെതിരായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ പ്രവർത്തിക്കുന്നു. 2 തലങ്ങളിലാണ് പ്രവർത്തനം നടക്കുന്നത്. ഒന്ന്, അദ്ദേഹം മദ്യപിച്ചെത്തുകയും ലാബിലെ ചില ഉപകരണങ്ങൾ അവർക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്യുന്നു. അവർ പരാതി കൊടുക്കുന്നു. തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കേണ്ടുന്ന സംഭവമാണ്. അങ്ങനെ ജോലി സമയത്ത് മദ്യപിച്ചു വരാൻ ഏതെങ്കിലും ജീവനക്കാർക്ക് ഇവിടെയുള്ള സർക്കാർ പ്രത്യേക അനുവാദം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ടുന്ന കാര്യവുമാണ്. അതേ തുടർന്ന് സംഭവിക്കുന്നത്, അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ടായി. ആ യൂട്യൂബ് ചാനലിനോടുള്ള അസഹിഷ്ണുതയും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള റീച്ചിനോടുള്ള അസൂയയും ഒക്കെ ആയിരിക്കാം. പിന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തതിനുള്ള വിരോധമായിരിക്കാം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർക്കെതിരെ ഇവരുടെ ശ്രീലതയുടെ നഗ്നതാ പ്രദർശനം ഇന്നു രാത്രി 8 മണിക്ക് യൂട്യൂബിൽ എന്ന് അവിടെയുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും അവിടെയുള്ള ജീവനക്കാരുടെ സമൂഹത്തിന് മുമ്പാകെ പരസ്യമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ, ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമരിൽ എഴുതി വെക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ ആൾക്കും അറിയാം ഇത് എത്രമാത്രം അനീതിപൂർവകമാണ്, ഇത് എത്രമാത്രം ലൈംഗിക അധിക്ഷേപമാണ്, ഇത് എത്രമാത്രം ഒരാൾക്ക് ടോർച്ചറിങ് ആണ് എന്നുള്ളത്. ശ്രീലത പരാതി കൊടുക്കുന്നു, നടപടി ഉണ്ടാവുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, കോളേജ് അധികാരികൾക്ക് പരാതി കൊടുക്കുന്നു. അവസാനം ഒരു ചെറിയ സമരത്തിലൂടെ, പ്രത്യക്ഷ സമരത്തിലൂടെ, ഒരു കുത്തിയിരിപ്പ് സമരത്തിലൂടെ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ശിക്ഷാവിധിയല്ല, അന്വേഷണ വിധേയമായി താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തലാണ്. ഒപ്പം തന്നെ
പരാതി കൊടുത്ത ശ്രീലതയ്ക്ക് ഒരുപാട് ആരോപണങ്ങളോടുകൂടി ഒരു ശിക്ഷാ നടപടി എന്നോണമുള്ള ഒരു ട്രാൻസ്ഫർ, ഒരു സ്ഥലം മാറ്റം, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ഒരു സ്ഥലം മാറ്റം ഉത്തരവായി. ശ്രീലത ജോയിൻ ചെയ്യുന്നില്ല. കാരണം ശ്രീലതയുടെ കുറ്റമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീലത പുതിയ ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നില്ല. അവര് ജോയിൻ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ സസ്പെൻഷനിലാവുന്നു. അതിനെ തുടർന്ന് ഇവര് എവിടെയില്ല ഇവരുടെ കൂടെ ഇവരുൾപ്പെടുന്ന സംഘടന ആരോപണ വിധേയനായിട്ടുള്ള ആളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിവർത്തി കെട്ടിട്ട് ഒറ്റയ്ക്ക് അവർക്ക് സമരം ചെയ്യേണ്ടി വരും. അവരേതെങ്കിലും സംഘടനയോടല്ല സമരം ചെയ്യുന്നത്, ഏതെങ്കിലും അധികാരികളോടല്ല സമരം ചെയ്യുന്നത്, ഏതെങ്കിലും സ്ഥാപനത്തോടല്ല സമരം ചെയ്യുന്നത്. ഒരു ജീവനക്കാരി എന്നുള്ള രീതിയിൽ തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെ അധിക്ഷേപിച്ച ആൾക്കെതിരെ സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ ആ നീതി ലഭിക്കാനും വേണ്ടി അവർ നടത്തുന്ന സമരമാണത്. അവർ സ്വീകരിച്ച സമരമാർഗം എന്നുള്ളത് കുളിച്ചുകൊണ്ട് സമരം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് 10-20-25 മിനിറ്റോളം കുളിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു. ആ സമരത്തിന്റെ വീഡിയോ അവർ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. അവരൊരിക്കലും അതിൽ കളവ് കാണിക്കുന്നില്ല. അവർ അത്രയും നേരം തനിക്ക് എതിരിട്ടുള്ള അനീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഓരോ ദിവസത്തെ കുളിയിലും അവർ ഓരോരോ അധികാരികളെ പരസ്യമായി അറിയിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ അധികാരികളെ ആരെയും അവർ അധിക്ഷേപിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. അതിന്റെ മേലെ സസ്പെൻഷൻ. ഈ അധികാരികളെ ആരെയും ഇവർ അധിക്ഷേപിച്ചിട്ടില്ല. അവരോട് തന്റെ സങ്കടങ്ങൾ പറയുകയും തനിക്ക് നീതി കിട്ടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അധികാരികൾ ആരും തന്നെ ഈ സമരത്തോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. എങ്ങനെയാണോ ആശാ തൊഴിലാളികളുടെ സമരത്തോട്, ആശമാരുടെ സമരത്തോട് ഇവിടെയുള്ള അധികാരികൾ ഒരു തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്, അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിട്ടുള്ള അവഗണനാപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് ശ്രീലതയുടെ സമരത്തോടും അധികാരികൾ സ്വീകരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ശ്രീലതയ്ക്ക് ഈ സമരം പോരാതെ വരും. ഇങ്ങനെയൊരു സമരം കൊണ്ട് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ ശ്രീലത സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സമരം കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീലത എന്നുള്ള വ്യക്തിയുടെ ശരീരം അനാരോഗ്യകരമാവുന്നു, അവർക്ക് രോഗം ഛായ വരണം. പക്ഷെ അധികാരികൾക്ക് ഇവരിങ്ങനെ കടന്ന് കുളിച്ചു മരിച്ചു പോയാലും യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല. നീതി എന്ന് പറയുന്നത് എത്രയോ ദൂരെയാണ്. അപ്പോൾ നീതി ലഭിക്കാനായിട്ട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള സമരം ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇവരുടെ സമരത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും, അതായത് ആ സുഹൃത്തുക്കള് വിങ്സ് എന്ന് പറയുന്ന സ്ത്രീ സംഘടനയിലെ അംഗങ്ങളാണ്. ആ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ചില സുഹൃത്തുക്കളുടെയും ഒരു ചുമതലയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ശ്രീലത ഞങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത ശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോവുക എന്നുള്ളത്. ഈ ശ്രീലതയുടെ ഈ സമരത്തിന്റെ 2ാം ഘട്ടം മുതൽക്ക് ശ്രീലത ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ തന്നെ ശ്രീലതയോടൊപ്പം ചേരുകയാണ് എന്ന് പൊതുസമൂഹത്തെ നമ്മൾ അറിയിക്കുകയാണ്. കാരണം ഇവിടെ സ്ത്രീകൾക്ക് തൊഴിലിടത്ത് നീതി വേണം, തൊഴിലാളിക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തി നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണം. വ്യാജമായ ആരോപണങ്ങൾ ഒരു തൊഴിലാളിക്ക് മീതെയും മറ്റൊരു തൊഴിലാളിയും സഹപ്രവർത്തകരും ആരോപിക്കരുത്. അവർക്കെതിരെ ഒപ്പുശേഖരണം നടത്തരുത്. ശ്രീലതയെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മേൽ ഇപ്പോൾ എഴുതി ചേർത്തിട്ടുള്ള ആരോപണങ്ങൾ നിരുപാധികം ഈ സ്ഥാപനം പിൻവലിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീലത ഇതിനു വേണ്ടി, സ്വന്തം നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ ശ്രീലതയോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നതായിട്ട് അറിയിക്കുകയും ചെയ്യും. ശ്രീലതയ്ക്ക് എന്താ പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത്, ഞാൻ ഈ 20 ദിവസം ഒരു 15 ദിവസമായപ്പോഴാണ് എന്നെ ടീച്ചറെ വിളിക്കുന്നത്.
പിന്നെ ടീച്ചർ ആരാണ് എന്താണെന്ന് കേരള സമൂഹത്തിന് അറിയാം. അത് പറയാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷേ ഞാൻ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്ത് പറയുകയാണ്. എനിക്ക് ടീച്ചറെ കുറിച്ച് പറഞ്ഞേക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ അറിഞ്ഞെടുത്തോളം എത്രത്തോളം സത്യസന്ധമായിട്ട് നീങ്ങുന്നെന്നുള്ളത് ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ അറിഞ്ഞു. അപ്പം ഞാൻ ഒരാഴ്ച മുന്നേ എന്നിങ്ങനെ വിളിച്ചപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴുമാണ് ശരിക്കും എനിക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ത്രാണി കിട്ടിയത്. കാരണം ആക്ഷേപിക്കുക, ഒപ്പ് ശേഖരണം നടത്തുക, ഒരു ലേഡീനെ എത്രത്തോളം ചവിട്ടി ഉരക്കാൻ പറ്റുമോ അത്രത്തോളം ഉരക്കും. നവമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുക, ചില കട്ടിങ്സ് മാത്രം എടുത്തിട്ട് ദ്രോഹിക്കുക, ഒരാളെ എത്രത്തോളം ആത്മഹത്യയിലേക്ക് എത്തിക്കുക അത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു സമയത്താണ് ടീച്ചർ ഇടപെടലുണ്ടായത്. അപ്പം ടീച്ചറോടും ടീച്ചർ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംഘടനയോടും തീർത്തും ഞാൻ ഉത്തരവാദിത്തം കാണിക്കുന്നു. ടീച്ചർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. എൻ്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് ഈ ടീച്ചറും ടീച്ചർ ആൾക്കാരും കൂടി ആലോചിച്ചിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും. പിന്നെ ഞാൻ അനുഭവിച്ച കാര്യം ടീച്ചർ പറഞ്ഞു. ഇത്രയും നല്ലൊരു വ്യക്തിന്ന് ആ വാക്ക് സമൂഹത്തിലേക്ക് വെച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എനിക്ക് സമരത്തിൽ ഞാൻ വിജയം കണ്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു പൊതുസമൂഹത്തിൽ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് എനിക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും വരാനില്ല. ഞാനിനി എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എന്നെപ്പോലെ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ടീച്ചറെ കൂടി ഉണ്ടാവും. എൻ്റെ നീതിക്ക് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ അധിക്ഷേപിച്ചവർക്കില്ല മറുപടിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ വേണ്ടപ്പെട്ട ആളായിട്ട് എൻ്റെ സഹോദരിയായിട്ട് ടീച്ചറും ടീച്ചറെ കൂടിയുള്ളവർ എത്തിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്ന പോരാട്ടം തുടരും. ഓക്കെ. പിന്നെ ശ്രീലതയുടെ ഈ സമരരീതി കേരള പൊതുസമൂഹം ഇങ്ങനെ ശ്രദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതായത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമരരീതിയാണ് ശ്രീലത തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമരരീതി ഇതിന്റെ മുന്നേ നമ്മൾ അത്ര ഒന്നും കേട്ട് പരിചയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സമരരീതി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം കൂടി പ്രേക്ഷകരോട് ഒന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്, സമരരീതി അവരവർക്ക് സൗകര്യമുള്ളത് എന്തും ആവാം, മറ്റുള്ളവരെ കാഴ്ചപ്പാടും എന്തും ആവാം. നമ്മളെ മഹാത്മാഗാന്ധി ചെയ്തത് എന്നാണ് നിസ്സാരായൊരു ഉപ്പ് കുറിക്കതാ പയ്യന്നൂര് എൻ്റെ നാട്ടില്. അത് ഇത്രമാത്രം രാഷ്ട്രം ഏറ്റെടുത്തൊരു കാര്യം, ഏതോ രാജ്യം നമ്മളെടുത്ത് തോറ്റില്ലേ. അപ്പം എൻ്റെ നഗ്നതക്ക് ഇല്ലാത്ത നഗ്നത എഴുതി വെച്ച സ്ഥലത്ത് ഞാൻ ചെറിയൊരു നഗ്നത കാണിക്കുന്നത് എൻ്റെ വ്യക്തിത്വത്തിന്റെ അടയാളാണ്. നഗ്നത എൻ്റെ സമര രീതിയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ആരോഗ്യ പ്രശ്നം കൊണ്ടും ടീച്ചറെ മാനിച്ചിട്ട് മാത്രമാണ് ഞാൻ പുറകോട്ട് പോയില്ല. അതിലെനിക്ക് ഒരു ലജ്ജയുമില്ല. എടുത്ത തീരുമാനം നല്ലത് തന്നെ. ഓക്കെ. സാറ് മുരളിമാഷി ഇവിടെ ശ്രീലതയുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ഈ സമരത്തെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം? ഇത് ഈ ജന്മിനാടുവാഴിത്തത്തിനും ത്തിൻ്റെ താന്തോന്നിത്തങ്ങൾക്കും അതുപോലെ തന്നെ സാമ്രാജ്യത്വ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് ഒരു 78 വർഷങ്ങൾക്ക് മുമ്പ് പോരാട്ടം നടത്തി ധീര രക്തസാക്ഷിത്വം വരിച്ച ഒരു മണ്ണാണ് കരിവള്ളൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെറുക്കൽ തമ്പുരാൻ്റെ ജന്മിത്വ വാഴ്ചക്കെതിരായിട്ടും അതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഖാവ് തിടിൽക്കണ്ണനും കീനേരി കുഞ്ഞമ്പൂവും വെടിയേറ്റ് മരിച്ചത് ഈ വീട്ടിൻ്റെ കുറച്ച് വെളിപ്പാട് അകലെയാണ്. അപ്പോൾ ഈ മണ്ണിന് അത്തരത്തിൽ ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. എല്ലാ താന്തോന്നിത്തങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് പോരാടാൻ പഠിപ്പിച്ച ഈ മണ്ണിൻ്റെ ഒരു വീര്യം തന്നെയാണ് ഒരു ശ്രീലതയുടെ സമരത്തിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. നമ്മൾ രണ്ടാളും പ്രസ്ഥാനത്തിനെതിരല്ല, ഉള്ളിൽ നിന്നും കൊണ്ട് സത്യം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീ ഈ തൊഴിലിടത്തിൽ വല്ലാത്ത രൂപത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഉള്ള ഒറ്റയാൾ പോരാട്ടം, നേരത്തെ നമ്മുടെ ഗീത ടീച്ചർ പറഞ്ഞ പോലെ അങ്ങ് തെക്ക് തലസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന ആ നാളിതുവരെ കണ്ട പെൺപിള ഒരുമൈ സമരത്തിന് ശേഷം ഇത്രയധികം സ്ത്രീകൾ അവരുടെ വേതനത്തിന് വേണ്ടി ഒരു തെരുവിലിറങ്ങിയിട്ട് 10-18 ദിവസമായി വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെയാണ് ഇന്ന് വടക്ക് കണ്ണൂരിൽ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ വളരെ വ്യത്യസ്തമായ ഒരു സമരം
കുളി സമരം എന്നുള്ള രൂപത്തിൽ ഒരു സമരം. ഈ സമരം സ്ത്രീകൾ നടത്തുന്ന അല്ലെങ്കിൽ പൊതുനീതിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ ചരിത്രം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യസ്തമായ സമരം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സമരം നടത്തുന്ന ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്നുള്ളത് ഈ മണ്ണിൽ ജനിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഈ ശ്രീലതയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിതിനോട് പിന്നെ ഐക്യപ്പെട്ട് മുമ്പോട്ട് വരുന്നു. ഈ സമയത്ത് എനിക്കറിയാം പല ആളുകൾക്കും ഈ സമരത്തോട് ഐക്യപ്പെടണമെന്നുണ്ട്. പക്ഷേ ഈ ഒരർത്ഥത്തിൽ ഈ സ്ഥലം ഇത് മാത്രമല്ല, ഞാൻ തിരുവള്ളൂരിനെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളും അഭിപ്രായങ്ങൾ അമർത്തി വെച്ചിട്ട് ആളുകൾ വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു രാവണൻകോട്ടയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, അത് കരുവള്ളൂരായാലും കണ്ണൂരായാലും നിന്നിട്ട് നീതിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ മുമ്പിൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് വിധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമരത്തിൽ ഇവർ നടത്തുന്ന ധീരമായ ഈ പോരാട്ടത്തിന് ഒരാളെങ്കിൽ ഒരാൾ ഐക്യപ്പെട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് കരുവള്ളൂരിലെ മണ്ണിൽ ജനിച്ച ഒരാൾ എന്നുള്ള നിലക്ക്, ഇപ്പോഴും ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ ഈ സമരത്തോട് ഐക്യപ്പെടുന്നത്. ഈ സമരം ഇന്നുള്ള രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക്, ഒരു പുതിയ രൂപത്തിലേക്ക് പോവുകയാണ്. അതിന് പ്രധാനമായിട്ട് ഈ പിന്നെ നീതിക്ക് വേണ്ടി ഇവർ ഇനിയും മുന്നോട്ട് സമരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് അവരുടെ തൊഴിലിടത്തിൽ നിന്ന് പിന്നെ ഈ അനീതി മാറ്റിക്കൊണ്ടൊരു നീതി ലഭിക്കുന്നത് വരെ ഈ സമരത്തിന് കരുവള്ളൂരിൻ്റെ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന കേരളത്തിൻ്റെ ഇതിന് എല്ലാം ഐക്യദാർഢ്യവും ഉണ്ടാകുന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ സമരം ചരിത്രത്തിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു. അതിനു മുമ്പ് ഇവിടെ വരുമ്പോൾ നമ്മൾ സംസാരിച്ച വിഷയം മുച്ചിലോട്ട് ഭഗവതിയുടെ കാര്യമായിരുന്നു. ആ തെയ്യം ഉണ്ടായത് സ്ത്രീക്കെതിരെ നടന്ന അനീതിക്കെതിരെ പിന്നീട് പെണ്ണ് തന്നെ തെയ്യമായിട്ട് ഉറഞ്ഞു തുള്ളി വന്നതാണ്. അത് മിത്താണ്, പക്ഷെ അത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും ഈ നാട്ടുകാരുടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ നാട്ടുകാർ കൂടുതൽ ഈ സമരത്തെ ഏറ്റെടുക്കാൻ ശേഷിയുള്ളവരാകട്ടെ എന്ന് ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.